ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫേസർ ഡയഗ്രാംസ്. എന്താണ് ഫേസർ ഡയഗ്രാം അല്ലെങ്കിൽ എന്താണ് ഫേസർ? നമുക്കറിയാം രണ്ട് തരം ക്വാണ്ടിറ്റീസ് ആണുള്ളത്, സ്കെയിലാർ ആൻഡ് വെക്റ്റർ. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനുമുണ്ട്. അതുപോലെ എൻജിനീയറിങ്ങിൽ രണ്ട് തരം ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്, ഡിറക്റ്റ് ക്വാണ്ടിറ്റീസ് ആൻഡ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ്. ഡിറക്റ്റ് ക്വാണ്ടിറ്റീസ് പറഞ്ഞാൽ അതൊരു സ്റ്റഡി സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അത് നോർമൽ അൾജിബ്ര വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു സൈനുസോയിഡൽ വേവ് ഫോം ആണ്, അതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഒരു സ്റ്റേറ്റ് നെഗറ്റീവ് ടെൻഡിങ് ആണോ പോസിറ്റീവ് ടെൻഡിങ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസർ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഒരു ജനറൽ സൈനുസോയിഡൽ വേവ് ഫോമിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ എം സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ആണ്. ഓരോ ക്വാണ്ടിറ്റീസിനും ഇതേ ഓരോ പോലത്തെ എക്സ്പ്രഷൻ ഉണ്ടാവും, അത് സൈൻ ഫോമിലാവാം കൊസൈൻ ഫോമിലാവാം. ഇങ്ങനെ രണ്ടിൽ കൂടുതൽ ക്വാണ്ടിറ്റീസുകൾ തമ്മിൽ അവ ലീഡാണോ ലാഗാണോ ഇൻഫേസ് ആണോ ഔട്ട് ഫേസ് ആണോ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഏതൊരു കാര്യം പിക്ടോറിയസ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ പിക്ടോറിയസ് ആയിട്ട് അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ് വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഒരു ഫേസർ ഡയഗ്രത്തിൽ നോക്കിയിട്ട് നമുക്കത് ലീഡ് ഏതാണ് ലാഗ് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി അതിൻ്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ അറിയണം. സ്റ്റാൻഡേർഡ് ആയിട്ട് ഫേസർ ഡയഗ്രത്തിൻ്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവും ക്ലോക്ക് വൈസ് നെഗറ്റീവുമാണ്. അപ്പം ഈ ഒരു ഫിഗറിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വി ലീഡ്സ് ഐ ബൈ 5 ആംഗിൾ, അല്ലെങ്കിൽ അവരുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് 5. അപ്പോൾ ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ്. ഇനി ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനൊരു ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. ഇതിൻ്റെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസിനെയാണ്. ഇനി ഫേസേഴ്സ് ആണല്ലോ ഫേസർ ഡയഗ്രത്തിലുള്ളത്. അപ്പം എന്താണ് ഫേസർ? ഫേസർ ഇസ് സിംപ്ലി എ റൊട്ടേറ്റിംഗ് വെക്റ്റർ. ഇനി റൊട്ടേറ്റിംഗ് വെക്റ്റർ എന്നാൽ എന്ത്? അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് വെക്റ്റർ എന്നാൽ ഒരു സ്കെയിൽഡ് മാഗ്നിറ്റ്യൂഡ് ചെയ്തൊരു സാധനം. പക്ഷേ ഫേസർ റൊട്ടേറ്റിംഗ് വെക്റ്ററിന് കംപ്ലീറ്റ്ലി ഈക്വൽ അല്ല. ഇതിനൊരു കുഞ്ഞ് ഡിഫറൻസ് ഉണ്ട്. റൊട്ടേറ്റിംഗ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ പീക്ക് വാല്യൂ ആണ്. പക്ഷേ ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ RMS വാല്യൂ ആണ്. ഇതാണ് ആ ഡിഫറൻസ്. ഇനി നമുക്ക് ഫേസർ ഡയഗ്രാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫേസർ ഡയഗ്രത്തിൻ്റെ ഫസ്റ്റ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫേസറാണ്. അതായത് സ്കെയിൽഡ് മാഗ്നിറ്റ്യൂഡ് ഒരു റെഫറൻസ് ആക്സിസിൽ നിന്ന് 5 ആംഗിൾ സബ്റ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൈനുസോയിഡൽ വേവ് ഫോം ഉണ്ടെങ്കിൽ ആ സൈനുസോയിഡൽ വേവ് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്റ്റർ ഒരു സർക്കിളിലൂടെ എങ്ങനെ പാസ് ചെയ്യണമെന്ന് നോക്കാം. സൈനുസോയിഡൽ വേവ് ഫോമിൻ്റെ 0 പൊസിഷനിൽ ഈ സർക്കിളിൻ്റെ ഈ ഹൊറിസോണ്ടൽ ഇങ്ങനൊരു പൊസിഷനിലാണ് നിൽക്കുക. ഇനി അങ്ങനെ നിൽക്കുന്ന വെക്റ്റർ എങ്ങനെയാണ് ആ സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് സൈനുസോയിഡൽ വേവ് ഫോമിൻ്റെ പോസിറ്റീവ് പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ 90 ഡിഗ്രിയുമാണ്. നെഗറ്റീവ് പീക്ക് എന്ന് പറയുന്നത് അതിൻ്റെ 270 ഡിഗ്രിയുമാണ്. ഈ ഒരു വേവ് ഫോം AM sin ഒമേഗ ടി പ്ലസ് 5 ആണ്. ഇങ്ങനെയാണ് ആ വെക്റ്റർ മൂവ് ചെയ്യുക. ഇനി ആ വെക്റ്ററിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ആ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് ആ വെക്റ്റർ എത്രത്തോളം മൂവ് ചെയ്യുന്നു അത്രത്തോളം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യണം. ഇനി ഫേസർ ഡയഗ്രത്തിൻ്റെ രണ്ടാമത്തെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. രണ്ട് വേവ് ഫോം ഉണ്ടെങ്കിൽ, രണ്ട് സൈനുസോയിഡൽ വേവ് ഫോം ഉണ്ടെങ്കിൽ ആ രണ്ട് സൈനുസോയിഡൽ വേവ് ഫോം തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷൻ ആണ് ഫേസ് ഡിഫറൻസ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഐനെ റെഫറൻസ് ആക്സിസ് ആക്കിയിട്ട് വി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും വി ലീഡ്സ് ഐ ബൈ 5 ആംഗിൾ. ഇനി വിനെ റെഫറൻസ് ആക്സിസ് ആക്കിയിട്ട് ഐനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ ലാഗ്സ് വി ബൈ 5 ആംഗിൾ. എങ്ങനെ വേണമെങ്കിലും ഫേസർ ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരു റെഫറൻസ് ആക്സിസ് വെച്ചിട്ട് വേണം ബാക്കിയുള്ള റെഫറൻസ് ആക്സിസ് എല്ലാം ബാക്കിയുള്ള ഫേസർ എല്ലാം പറയാം. ഇനി നമുക്ക് ഫേസറിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മാത്തമാറ്റിക്കലി നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാം. അതായത് പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുക. ഫേസർ അഡീഷനും നമ്മൾ ചെയ്യും, ഫേസർ സബ്ട്രാക്ഷനും നമ്മൾ ചെയ്യും. പക്ഷേ ഈ പാരലലോഗ്രാം ലോ ഓഫ് അഡീഷൻ നമുക്ക് ഒരുപാട് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് ഇത് വരയ്ക്കുമ്പം. അപ്പം അതിനുള്ള വേറൊരു മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ V1 V2 5 ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു റെക്റ്റാങ്കുലാർ കോമ്പണൻസിൻ്റെ സ്പ്ലിറ്റിംഗ് വെച്ചിട്ട് V1ൻ്റെയും V2ൻ്റെയും ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻറ്റും കണ്ടുപിടിക്കാം. എന്നിട്ട് എത്ര വെക്റ്റർ ഉണ്ടോ ആ വെക്റ്ററിൻ്റെ എല്ലാം ഹൊറിസോണ്ടൽ
കോമ്പണൻറ്റ് ആഡ് ചെയ്യുക അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അതേപോലെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് മൊത്തം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റിൻ്റെയും വെർട്ടിക്കൽ കോമ്പണൻറ്റിൻ്റെയും കോമ്പിനേഷനാണ് റിസൾട്ടൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എഴുതുക ഹൊറിസോണ്ടൽ റിയൽ ആക്സിസിലും വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഇമാജിനറി ആക്സിസിലുമാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഹൊറിസോണ്ടൽ സ്ക്വയർ പ്ലസ് വെർട്ടിക്കൽ സ്ക്വയർ ആണ്. ഇനി ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി കോമ്പണൻറ്റ് ഡിവൈഡ് ബൈ റിയൽ കോമ്പണൻ്റ് ആണ്. ഇങ്ങനെ ഒരു സൈനിൻ്റെയും കൊസൈനിൻ്റെയും റൂൾ വെച്ചിട്ട് ഒരു വെക്റ്റർ സം അല്ലെങ്കിൽ ഡിഫറൻസ് എഴുതുന്നതാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇങ്ങനെ കൊസൈൻ സൈൻ വെച്ചിട്ട് ഒരു വെക്റ്ററിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. കോംപ്ലക്സ് നമ്പർ എക്സ്പ്രസ് ചെയ്യാൻ ഒരുപാട് ഫോമുണ്ട്. അതിൽ ഒരു ഫോമാണ് റെക്റ്റാങ്കുലർ ഫോം, അതായത് z=x ± jy. ഇതിൽ എങ്ങനെയാണ് വെക്റ്റർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ചെയ്യണമെന്ന് നോക്കാം. രണ്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ രണ്ട് വെക്റ്ററിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ പാർട്ടിൻ്റെ സമ്മും ഇമാജിനറി പാർട്ടിൻ്റെ സമ്മും ചെയ്യുക. ഡിഫറൻസ് പറയുന്നത് സെയിം, റിയൽ പാർട്ട് ഡിഫറൻസ് കൊടുക്കുക, ഇമാജിനറി പാർട്ടിൻ്റെ ഡിഫറൻസ് കൊടുക്കുക. ഇനി ഈ ഒരു റെക്റ്റാങ്കുലർ ഫോമിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് എസ് പ്ലെയിൻ ആണ്. അതായത് നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസ് ഉള്ള പ്ലെയിൻ നമുക്കറിയാം. അതിൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് റിയൽ ആക്സിസും വൈ കറസ്പോണ്ടിങ് ആയിട്ട് ഇമാജിനറി ആക്സിസും വരയ്ക്കാം. എന്നിട്ട് നമുക്ക് നോർമലി എക്സ് റിയൽ പാർട്ടും വൈ ഇമാജിനറി പാർട്ടും, റിയലും ഇമാജിനറിയും പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് പ്ലെയിൻ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തേർഡ് പ്ലെയിൻ, ഇങ്ങനൊരു പ്ലെയിനാണ്. ഇനി വേറൊരു ഫോം, കോംപ്ലക്സ് നമ്പറിൻ്റെ വേറൊരു ഫോം എന്ന് പറയുന്നത് പോളാർ ഫോമാണ്. പോളാർ ഫോമിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് z=a ആംഗിൾ ±5. അതായത് ഒരു വെക്റ്റർ ഉണ്ടെങ്കിൽ ആ വെക്റ്റർ ഒരു റെഫറൻസിൽ നിന്ന് ആംഗിൾ സബ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്റ്റെൻഡ് ചെയ്ത ആംഗിളും ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡും എച്ച് ചെയ്തതാണ് പോളാർ ഫോം. ഇനി പോളാർ ഫോമും റെക്റ്റാങ്കുലർ ഫോമും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a²=x² + y² ആൻഡ് x=a cos θ, y=a sin θ. ഫൈ ആണെന്നുണ്ടെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് y/x. ഇനി പോളാർ ഫോമിൻ്റെയും റെക്റ്റാങ്കുലർ ഫോമിൻ്റെയും കോൺജുഗേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്യലാണ് റെക്റ്റാങ്കുലർ ഫോമിൻ്റെ കോൺജുഗേറ്റ്. പോളാർ ഫോം ആണെന്നുണ്ടെങ്കിൽ ആംഗിളിന് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കൊടുക്കുക, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പോളാർ ഫോം. രണ്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ രണ്ട് വെക്റ്ററിൻ്റെ പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രൊഡക്റ്റും ആംഗിൾ എന്ന് പറയുന്നതിന് ആ രണ്ട് ആംഗിളിൻ്റെ സമ്മുമാണ്. ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിവിഷനും ആംഗിൾ ഡിഫറൻസും. ഇനി കൺവേർഷൻ. കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് റെക്റ്റാങ്കുലർ പോളാർ കൺവേർഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് MS കാൽക്കുലേറ്ററാണ്. പലരുടെയും കയ്യിൽ ES കാൽക്കുലേറ്റർ ആയിരിക്കും ഉണ്ടാവുക. അതുള്ളവർ ഇതറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. ഈ കാൽക്കുലേറ്ററുള്ളവർ കാൽക്കുലേറ്റർ ഓണാക്കിയ ശേഷം മോഡ് പ്രസ് ചെയ്യുക. മോഡ് പ്രസ് ചെയ്തിട്ട് കോംപ്ലക്സ് 2 മോഡിലാണ് ഇടാൻ. കോംപ്ലക്സ് 2 മോഡിൽ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന J ഓപ്പറേറ്റർ അല്ലെങ്കിൽ I ഓപ്പറേറ്റർ, അതേപോലെ ആംഗിൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ഈ നെഗറ്റീവ് സൈൻ കൊടുത്താൽ നമുക്ക് ആംഗിൾ, ഇത് രണ്ടും നമുക്ക് കോംപ്ലക്സ് 2ലേക്ക് കിട്ടുള്ളൂ. കാരണം നമുക്ക് കോംപ്ലക്സ് 1ലാണ് ഇടുന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ടും കിട്ടില്ല, ഐയും കിട്ടില്ല, അതേപോലെ ആംഗിളും നമുക്ക് നെഗറ്റീവ് മാത്രമേ കിട്ടുള്ളൂ, അതിനും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കോംപ്ലക്സ് 2 മോഡിൽ ഇടുന്നത്. കോംപ്ലക്സ് 2 മോഡിൽ ഇട്ടതിന് ശേഷം നമുക്കത് കൺവേർഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നമ്മൾ റെക്റ്റാങ്കുലർ ഫോം ഇൻപുട്ട് ചെയ്തു. റെക്റ്റാങ്കിൾ ഫോമിൽ നമ്മൾ ഏതാണോ വാല്യൂ, എക്സിൻ്റെ വൈൻ്റെ വാല്യൂ അത് ഇൻപുട്ട് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എഴുതുമ്പം x+i(y) എന്നുള്ള ഫോമിലാണ് എടുക്കുക. പക്ഷേ കാൽക്കുലേറ്ററിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ നമ്മളത് x+y(i) എന്നുള്ള ഫോമിൽ വേണം എടുക്കാൻ. കാരണം കാൽക്കുലേറ്ററിന് ഒരു സിൻടാക്സ് ഉണ്ട്, ആ സിൻടാക്സിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്താലേ അത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ x+y(i) എന്നുള്ള ഫോമിൽ കൊടുക്കുന്നത്. എന്നിട്ട് ഷിഫ്റ്റ് പ്ലസ്, ഇതിന് മേലെ എഴുതിയിട്ടുണ്ട് R ആംഗിൾ തീറ്റാണ് ഡിസ്പ്ലേ ചെയ്യും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പോളാറിലേക്ക് കൺവേർട്ട് ഇടാം. ഇനി ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ 5 തരും. ഈ 5 എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ ആണ്. ഇനി ഷിഫ്റ്റ് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിളിൻ്റെ വാല്യൂ കിട്ടും. ആംഗിളാണ് വേണ്ടത്, ആംഗിൾ 36.86 എന്നുള്ളത്. ഇനി നെഗറ്റീവ് ആണെങ്കിലും സെയിം 4 - 3i കൊടുക്കുക പ്ലസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ തീറ്റൻ്റെ വാല്യൂ. ഇനി പോളാർ ടു റെക്റ്റാങ്കുലർ ആണെങ്കിൽ സെയിം, നമ്മൾ ആറിൻ്റെ വാല്യൂ തീറ്റൻ്റെ വാല്യൂ ഒക്കെ ഇൻപുട്ട് കൊടുക്കുക. ദെൻ ഷിഫ്റ്റ് നെഗറ്റീവ് കണ്ടോ, a+bi എന്നുള്ളത് കിട്ടും. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണെങ്കിൽ 4 ഫസ്റ്റ് കാണിക്കുക. ദെൻ വൈൻ്റെ വാല്യൂ 2.93. ഇമാജിനറി പാർട്ടാണ് കാണിക്കാൻ വേണ്ടിയിട്ട് i എന്നും കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ആംഗിൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കൂടി -36, ദെൻ ഷിഫ്റ്റ് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ സെയിം 4, എഗെയിൻ കൊടുത്തു കഴിഞ്ഞാൽ 3.3i എന്ന് കിട്ടും. അത് അപ്രോക്സിമേറ്റ്ലി 3 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ 2-3 പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കൺവേർഷൻ. സോ ഫോർ എഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ റെക്ടാങ്കുലർ ഫോം യൂസ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷന് പോളാർ ഫോം യൂസ് ചെയ്യുക. ഇനി റെക്ടാങ്കുലർ ഫോം തന്നിട്ട് അതിൻ്റെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അതിനെ പോളറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ABCD വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ A ഇൻറ്റു B ഡിവൈഡഡ് ബൈ C+D ആണെന്നുണ്ടെങ്കിൽ എയും ബിയും റെക്ടാങ്കുലർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനാണ് ഓപ്പറേറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് എനെയും ബിനെയും റെക്ടാങ്കുലറിൽ നിന്ന് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതേപോലെ C+D എഡീഷൻ ആയതുകൊണ്ട് സിയും ഡിയും പോളാർ ഫോമിനെ റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് നോർമലി ഓപ്പറേറ്റ് ചെയ്യുക. ഇനി കംപ്ലീറ്റ്, അതായത് A ഇൻറ്റു ബി ഡിവൈഡ് ബൈ C+D ചെയ്യുന്ന സമയത്ത് നമുക്ക് A ഇൻറ്റു ബി പോളാർ ഫോമിലും C+D റെക്ടാങ്കുലർ ഫോമിലുമാണ് ഉള്ളത്. പക്ഷേ ഡിവിഷൻ ആയതുകൊണ്ട് ആ C+D കിട്ടിയ സം നമ്മളത് പോളാറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് കൺവേർട്ട് ചെയ്തു, ആൻസർ. ഇനി മൂന്നാമത്തെ കോംപ്ലക്സ് നമ്പർ ഫോമാണ് എക്സ്പൊണൻഷ്യൽ ഫോം. എക്സ്പൊണൻഷ്യൽ ഫോം റെപ്രസെൻറ്റ് ചെയ്യുക z=e⁻⁵. ഈ e⁻⁵നാണ് നമ്മൾ ഓയിലേഴ്സ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. ഒരു ഫിഗർ വരച്ചിട്ട് അതിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെക്റ്റർ, ആ വെക്റ്റർ റെഫറൻസ് ആക്സിൽ 5 ആംഗിൾ സബ്ടെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ e⁻⁵ പറഞ്ഞു കഴിഞ്ഞാൽ a cos ∅ + ja sin ∅ ആണ്. ഇനി എക്സ്പൊണൻഷ്യൽ ഫോമും പോളാർ ഫോം തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻⁵ = a ആംഗിൾ ∅. ഇനി ഈ 3 കോംപ്ലക്സ് നമ്പർ ഫോം തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z=x + jy = a ആംഗിൾ ∅ = a cos ∅ + ja sin ∅. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.